കുട്ടുമാമനും അമ്മായും കൂടെ പോകാൻ പോണെന്ന്. അയ്യോ കളിച്ച് ചിരിച്ചു വന്ന പിള്ളേരാണ് അതാ കരഞ്ഞുകൊണ്ട് പോണു. നിൽക്കാതെ പോടി. നാളെത്തേക്ക് ചെല്ലി അളിയൻ രണ്ട് ചെടുത്ത് കെട്ടിപ്പിടിച്ച് പാലും പഴവും ഒക്കെ കൊടുക്ക്. കുട്ടുമാമ ഒന്ന് പറഞ്ഞ കേക്കൊന്നും ആലോചിക്കണം. മാമ പോലെ മാമ പ്ലീസ്. മാമ എന്താ മാമ ഇത്? ലച്ചു കേശു പോയിട്ട് വരാട്ടാ. യാത്രയൊക്കെ പറഞ്ഞു മതി. കുട്ടുമാമ എന്താടാ മാമ എവിടെ പോണു? നിന്റെ മാമ സമാനപ്പെടും. എന്തിനൊരു പരിഹാരമില്ലേ? ഒരു പരിഹാരമില്ല. അങ്ങോട്ട് മാറി ഞാൻ പോട്ട് ഒരു ഷോ കാണിക്കടാ. ഷോ കാണിക്കും. ഞാൻ വീട്ടിൽ പോയാൽ മതിയായിരുന്നല്ല. ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ല. ആ ചെന്ന് കയറിക്കോട്. കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേ കുട്ടമ്പിള്ള കണ്ടെന്നുള്ളതിന് പറ്റി വാഴ കൊള്ളിട്ട് മൂടും. അല്ല ആരാണ് ഈ കുട്ടമ്പിള്ള? കുട്ടമ്പിള്ള എന്റെ അച്ഛൻ. ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛനെ. ഇല്ലല്ലോ, ശ്രീ പറഞ്ഞിട്ടില്ലല്ലോ. ആഹാ അതുപോലും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഭാര്യ എടുത്ത്? പാവം അവൻ അതിനൊക്കെ എവിടെയാ സമയം? അല്ലെങ്കിൽ തന്നെ ഈ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ ആരാ? ഏതൊക്കെയോ സാഹചര്യത്തിൽ കുട്ടമ്പിള്ളയും ഭവാനി അമ്മയും അവന്റെ അച്ഛനും അമ്മയും ആയിപ്പോയി. നീ കുറെ നേരമായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കണ്ടല്ലോ. ആടാ ചൊറിയും, ഇനിയും ചൊറിയും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ച്. നീ ഈ മാന്യ അദ്ദേഹത്തെ സ്നേഹിച്ച് എന്നല്ല കെട്ടിയത്. അയ്യോ കുറെ അനുഭവിച്ചില്ല. അടിയും പിടിയും ചവിട്ടും കുത്തുമായിട്ട്. എടാ അന്ന് നീ ഇത്രേ ഉള്ളൂ. നീ പോലും എന്നെ കല്യാണം തുടങ്ങിയിട്ടില്ലടാ. പിന്നെ ഇല്ലേ അന്ന് നടന്ന അടി എന്നൊക്കെ പറഞ്ഞ അതാണ് അടി. സംഭവം അന്ന് അപ്പൂപ്പിനെ അമ്മൂമ്മയെ ഇവർ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുത്തില്ലായിരുന്നെങ്കിൽ എവരോടെല്ലാം പോയി ജീവിച്ചാണ്. അമ്മ ആ സമയം അമ്മൂമ്മയുടെ ഫ്രണ്ടില് നിന്നിട്ടൊരു ഒറ്റ പറച്ചില്ല, ജീവിക്കുവാണെങ്കിൽ ഞാനും ബാലു ഒരുമിച്ചേ ജീവിക്കുള്ളൂ. അമ്മൂമ്മ പാവം ആ സമയം കുറെ കിടന്ന് കരയൊക്കെ ചെയ്ത്. അപ്പൂപ്പനാണെങ്കിൽ ഈ തൂമ്പ കാലി കൊണ്ട് മുറിഞ്ഞിട്ടേ ചാരുകസേരയിൽ മുകളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുക. പാവം ആ സമയം ഇതെല്ലാം കണ്ടും കൊണ്ട് അവൻ തിണ്ണേന്ന് മുറിക്കൊണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞു കേട്ട് പറ്റാ കണ്ടതുപോലെ കഴിഞ്ഞിരിക്കല്ലേ. ഇയാള് പറഞ്ഞുണ്ടോ? മാമ മാമ പ്ലീസ് മാമ പോലെ മാമ. ചേട്ടാ ചേച്ചി പോയിട്ട് വരാം. ഇത് നാക്കില്ലേ? ഇല്ല നാക്കില്ല. നാക്ക് മാത്രല്ല കണ്ണും മൂക്കും ചെവിയും ഒന്നുമില്ല. എന്നാ എനിക്ക് ബന്ധമില്ല. നീ ആരാടാ പേടിപ്പിക്കണത്? പോണെങ്കി പോടാ. എനിക്ക് പോകാൻ പറഞ്ഞ കേട്ടാ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പോണെങ്കി പോടാന്നാ പറഞ്ഞത്. നീ അതും പറയാൻ അപ്പുറം പറയാം. എനിക്കറിയാല്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് ഇവിടെ ചാടിക്കൊണ്ട് വന്നിട്ട് ഓരോ വലിയ ആളായിട്ട് ഗമ കാണിച്ച് നടക്കായിരുന്നു മാന്യനായിട്ട്. എന്നിട്ട് ഇപ്പൊ എല്ലാം ഒപ്പിച്ചിട്ട് വന്നിരിക്കാം കള്ളൻ. കള്ളനാ? ആ കള്ളൻ തന്നെ. എന്നെ പെട്ടി എവിടെ? അവനകത്ത് തൂറ്റിട്ട് പിന്നെ ഇങ്ങനെ നീ എന്നെ വിളിച്ച കള്ളാന്നല്ലേ? ഓ കള്ളാന്ന്. എന്ത് കുഴപ്പം? ഒന്നുകൂടെ വിളിയടി. ഇല്ല എനിക്ക് മനസ്സിലാ വിളിക്കേ. വിളി വിളി. അല്ലേ അല്ലേ നീ ഇത്ര വൈലന്റ് ആവണെന്തിന്? നിന്നെ ആരും കള്ളാന്ന് വിളിക്കണം. ഞാൻ വിളിച്ചാ പോലെ കള്ള 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 കള്ള. എന്തോ ശ്രീ ഇത്? അയ്യ അത് നോക്കട്ടെ, ഈ വീട്ടിലെന്നും അടിയാ. വിട കോട്ട് വിട്. ആ വിട് വിട് അവനെ.